ഒരു നമ്മളൊരു രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ദുർബലം പ്രതിപക്ഷത്തിൻ്റെ വീക്ക്നെസ് പരമാവധി മുതലെടുക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് നമുക്ക് നിഷേധിച്ചിട്ട് ചാനൽ ചർച്ചയിലിരുന്നു കൊണ്ട് അതല്ല എന്ന് പറയാൻ പറ്റില്ല. അതേസമയം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഈ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മശക്തി ഒരു എന്തെങ്കിലും സംഭവം ഓർമ്മയിൽ നിൽക്കുന്ന കാര്യം കൂടിപ്പോയി ഒരാഴ്ച 2 ആഴ്ച മാത്രമേ അവരുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കൂ. അത് കഴിയുമ്പോൾ പുതിയൊരു ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ പോകും. പക്ഷേ നിർഭാഗ്യവശാൽ ജനങ്ങളെ ഈ കാര്യത്തിൽ ബോധവൽക്കരിക്കാൻ നമുക്ക് പ്രതിപക്ഷ കക്ഷികൾക്ക് കാര്യമായി കഴിയുന്നില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് പറയുന്നത്, നമുക്കത് സജീവമായി ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ട് നിലനിർത്തി പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ഇലക്ഷനോടനുബന്ധിച്ച് സമീപഭാവിയിൽ വരുന്ന ഇഷ്യൂ മാത്രമേ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ, ഒരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്, കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രചരണങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ച് അതിനു വേണ്ടിയിട്ട് പാർട്ടി അണികളെ ശക്തമാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്, LDF നടത്തുന്നുണ്ട്. അത് വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പൊതുവായി കേരളത്തിൻ്റെ സ്ഥിതി എടുക്കുമ്പോൾ പൊതുവായി ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് കേരളം എല്ലാം നമ്പർ 1 അത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളൊരു കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനയാണ് എന്നുള്ളതാണ്. നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മൾ വിലയിരുത്തി നോക്കിയാൽ നമ്മുടെ സാമൂഹിക പരിഷ്കരണ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു പങ്കുമില്ല എന്നുള്ളതാണ്. എന്തെല്ലാം ഈ നമ്മുടെ സാമൂഹിക പരിഷ്കരണ മേഖലയിൽ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലെല്ലാം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭത്തിനും വളരെ മുന്നേ ഇവിടുത്തെ സാമൂഹിക മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള മഹാന്മാരായ വ്യക്തികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അതിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു, ജനങ്ങളുടെ കൂട്ടായ്മയായിരുന്നു ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നന്മകൾക്കും നാന്ദി കുറിച്ചത് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മളെല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം. നേരത്തെ മോഹൻ വർഗീസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരങ്ങൾ കൂടി അത് ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ഒരു ആംഗിളിൽ, എൻ്റെ ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ 1950 1970 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എത്രയായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എത്രയായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ എത്ര നിൽക്കുന്നു, 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. മറ്റ് പുറകിലുള്ള സംസ്ഥാനങ്ങൾ എത്ര മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ അത്ര മേന്മ പറയാൻ കഴിയില്ല. പുറകിലിരുന്ന സംസ്ഥാനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ വലിയ കുറവ് വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മോർബിഡിറ്റി റേറ്റോ രോഗാതുരത അത് നോക്കുമ്പോൾ ഏറ്റവും വലിയ കൂടുതലുള്ളൊരു സംസ്ഥാനമായി മാറിയിരിക്കും. ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളൊരു കണക്കിൽ നിന്ന്, ഇപ്പോൾ റീസെൻ്റ് അല്ല ഞാൻ പറയുന്നത്, വളരെ മുമ്പ് വായിച്ചിട്ടുള്ള കണക്കിൽ നിന്ന് പറയുന്നത് ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെഡിസിൻ്റെ ഏകദേശം 25% ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. അതേസമയം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആരോഗ്യ രംഗത്ത് കൂടുതൽ അല്ലെങ്കിൽ പരിരക്ഷ രംഗത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ മെഡിസിൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കാനുള്ളത്, ഈ മനോരോഗത്തിന് വേണ്ടി വിൽപ്പന നടത്തുന്ന മരുന്നുകളുടെ 30% കേരളത്തിലാണ്. അപ്പം നമ്മൾ കേരളത്തിൽ എങ്ങോട്ടാണ് നമ്മുടെ ആരോഗ്യ മേഖല പോകുന്നത്, നമ്മുടെ ജനങ്ങൾ ആരോഗ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ നമ്മുടെ ഹരിദാസ് അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യങ്ങൾ സത്യപ്രതിജ്ഞാപരമായിട്ട് എല്ലാവരോടും നീതി പുലർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരമേൽക്കുന്ന ഈ ഗവൺമെൻറ്, ആ മന്ത്രിമാർ. നിങ്ങൾ കേരളത്തിൽ ഇരട്ട നീതിയാണ്. CPM അനുകൂലമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകർക്ക് ഒരു നീതിയും സാധാരണക്കാരായ മറ്റ് ആളുകൾക്ക് മറ്റൊരു രീതിയാണ്. പരസ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറി അവിടെ പോലീസ് കസ്റ്റഡിയിലുള്ള ആളുകളെ പോലും ഇതര രാഷ്ട്രീയക്കാരാണെങ്കിൽ മർദ്ദിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും അതിനുള്ളൊരു ബാധ്യതയാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് അതിനൊരു ഏജൻസി എന്നുള്ള പറയുന്നത് പോലീസാണ്. ആ പോലീസിൻ്റെ നിഷ്ക്രിയത്വം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരസ്യമായി ഒരു SI നിലപാട് സ്വീകരിച്ചപ്പോൾ പരസ്യമായി ഒരു SFIയുടെ ഒരു നേതാവ്, ലോക്കൽ നേതാവ്, വലിയൊരു ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉള്ളതല്ല, പരസ്യമായി പറയട്ടെ, നിന്നെ ഞാൻ പട്ടിയെ അടിക്കും പോലെ അടിച്ച് ഈ ജംഗ്ഷനിൽ കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഒരു നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു ഗവൺമെൻറ്. അപ്പോൾ സാധാരണക്കാർക്ക് ഒരാളിന് എങ്ങനെയാണ് നീതി ലഭിക്കുന്നത്? അതേസമയം
മാധ്യമപ്രവർത്തകരോ മറ്റുള്ള ആളുകളോ ഒരു ഉപമ പറഞ്ഞാൽ പോലും അതിൻ്റെ പേരിൽ ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞ് കേസെടുക്കുന്ന ഈ സംസ്ഥാനമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, ആരോഗ്യ രംഗത്ത് താഴെയായിട്ടുണ്ട്, എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിനെതിരായിട്ടൊരു ജനകീയ മുന്നേറ്റം ഉണ്ടായാലേ പറ്റൂ. അത് തെരഞ്ഞെടുപ്പിലൂടെ ആയാലും ശരി, അതല്ല ആയാലും ശരി, ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായാലേ പറ്റൂ. ഈ ജനദ്രോഹ മനുഷ്യത്വരഹിതമായ നടപടികൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം അത് ആണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടത്, ഞാൻ ഉൾപ്പെടേണ്ടത്, രാഷ്ട്രീയ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നീതി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഏത് മേഖലയിലും ന്യായീകരിക്കാൻ അവർക്ക് കഴിയും. പരീക്ഷ എഴുതാത്ത ആൾ, നിങ്ങൾ നേരത്തെ ഈ ആലപ്പുഴയുടെ കാര്യം പറഞ്ഞു, ഒരു കോളേജിൽ നിന്ന് ബികോം പരീക്ഷ പരാജയപ്പെട്ടിട്ട് വർഷങ്ങൾക്ക് അടുത്ത വർഷം തന്നെ എംകോമിന് ഈ പരീക്ഷ പാസ്സായില്ല എന്ന് അറിയാം, അതേ കോളേജിൽ വന്ന് അഡ്മിഷൻ എടുത്തിട്ട് അതിനെ ന്യായീകരിക്കുക മന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ ന്യായീകരിക്കുക, അതുപോലും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്നില്ല. ഒരു വിദ്യാർത്ഥി നേതാവ് കള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കി, എന്നിട്ട് അന്വേഷണം ഏത് രീതിയിലാണ് ചാർജ് കൊടുത്തിട്ടുള്ളത്? ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. മൊബൈൽ ഫോണിൽ സീലുണ്ടാക്കി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയൊരു അത്ഭുതമാണ്. ഒരു ഡിഗ്രി ഉണ്ടാക്കിയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സീൽ പതിച്ചു എന്നാണ് പറയുന്നത്. എന്ത് വിദ്യയാണ്, ഇലക്ട്രോണിക് അറിവാണ് ഉള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഒരു സീൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും, അതിനെക്കുറിച്ച് അന്വേഷണമില്ല. അതേസമയം നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ UDF ഭരണ കാലഘട്ടത്തിൽ ഒരു കള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രിൻ്റർ, ഒരു പ്രിൻറ്റിംഗ് സ്ഥാപനത്തെ, ഒരു ഫോട്ടോസ്റ്റാറ്റ് സ്ഥാപനത്തെ എത്ര ആളുകളെ പ്രതിയാക്കിയത്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അതൊന്നും ബാധകമല്ല. സ്വന്തം ആളുകളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ യാതൊരു നിയമ നടപടിയില്ല. എന്തു വേണമെങ്കിൽ ചെയ്യാം, ഏത് ഉദ്യോഗസ്ഥർ വേണമെങ്കിലും ചെയ്യാം, എല്ലാവരും കണ്ണടച്ച് നിന്ന് കൊടുക്കും. ആ ഒരവസ്ഥ ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ഈ ഒരു ക്രെഡിറ്റ് മേന്മ ഈ ഗവൺമെൻറ് അവകാശപ്പെടാൻ കഴിയില്ല. ജനങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും വേണ്ട.